ഹലോ നമസ്കാരം, ഞാൻ സുരേഷ് ആനാടൻ. എൻ്റെ ചാനലിൻ്റെ പേര് SK യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കസ്റ്റംസ് ഫോണ്ട് എങ്ങനെ നമ്മളെല്ലാം തംബ്നെയിൽ ഉണ്ടാക്കുന്ന പിക്സൽ ലാബിൽ ആഡ് ചെയ്യാം. ഹൗ ടു ആഡ് കസ്റ്റം ഫോണ്ട് ഇൻ പിക്സൽ ലാബ്. കസ്റ്റം ഫോണ്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോണ്ടുകളാണ്. അതിൽ ഇംഗ്ലീഷുണ്ട്, ഇംഗ്ലീഷ് തന്നെ പല വെറൈറ്റി ഫോണ്ടുകളുണ്ട്. മലയാളം ഫോണ്ടുണ്ട്, ഹിന്ദി ഫോണ്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇംഗ്ലീഷ് ഫോണ്ടുകൾ, 2 വെറൈറ്റി ആയിട്ടുള്ള ഫോണ്ടുകൾ ആഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കിടുന്നത്. വീഡിയോ അല്പം ലെങ്ത് ആണ്. നിങ്ങൾക്ക് ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ വളരെ ലളിതമായിട്ടും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടിലേക്ക് പോവാം. സ്ക്രീൻഷോട്ട് വഴി നിങ്ങളെ ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രാരാബ്ധങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ മാത്രമേ അറിയാവൂ. ഒരു ടെക് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാടുകൾ കൂടെയാണ് ഓരോരോ വിവരങ്ങൾ ശേഖരിക്കുന്നത്. അത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കിടാൻ ശ്രമിക്കുന്നത്. താങ്ക് യു. ലൈക്ക്, കമന്റ് എല്ലാം നിങ്ങൾ ചെയ്തിരിക്കണം. പാർട്ട് 1 എന്ന് പറയുന്നത് ഹൗ ടു ആഡ് ഫോണ്ട് ഇൻ പിക്സൽ ലാബ്. അപ്പോൾ നമുക്ക് പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യാം. അവിടെ നമുക്കൊരു ടെസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ എന്നുള്ള അവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ടെസ്റ്റിന് ഇവിടെ ഡിലീറ്റ് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഒരു വേർഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ അവിടെ ഗുഡ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് ആൾറെഡി സെലക്ട് ആണ്. ഇനി ഫോണ്ട് AB എന്നുള്ളത് ഫോണ്ടിൽ പോയിട്ട് മൈ ഫോണ്ടിൽ ഇവിടെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ 2 ബോക്സ് ഉണ്ട്. ഫസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ ഫയൽ ആഡ് ചെയ്യാനും സെക്കൻഡ് ബോക്സ് ഫോൾഡർ ആഡ് ചെയ്യാനുമാണ്. അവിടെ നമുക്ക് ആഡ് ആവുമെന്ന് നോക്കാം. ആൾറെഡി ഞാൻ അവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോണ്ട്. ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ആഡ് ഡയറക്ടറി കൊടുത്തു നോക്കി. അപ്പോൾ ഇവിടെ ഇതാകുന്നില്ല. ഇത് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് വെർഷനാണ്, അതുകൊണ്ടാണ് ആവാത്തത്. അപ്പോൾ നമുക്ക് ഇതിനെ അൺഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ഇവിടെ അൺഇൻസ്റ്റാൾ കൊടുത്തു. അപ്പോൾ അൺഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. വെർഷൻ ഓഫ് പിക്സൽ ലാബ് ഓൾഡ് വെർഷൻ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ക്രോമിൽ പോവാം. ക്രോമിൽ പോയിട്ട് അപ് ടു ഡൗൺ എന്ന് ടൈപ്പ് ചെയ്യുക. അപ് ടു ഡൗൺ എന്ന് ടൈപ്പ് ചെയ്യുക. അപ് ടു ഡൗൺ എന്ന് ടൈപ്പ് ചെയ്തു. നമുക്ക് എൻ്റർ ചെയ്യാം. എൻ്റർ കൊടുക്കുമ്പോൾ ഇതേപോലെ ഇവിടെ കണ്ടില്ലേ നീലയിൽ ആരം അപ് ടു ഡൗൺ. അപ് ടു ഡൗൺ വന്നു കഴിഞ്ഞു. നമുക്ക് ഇവിടെ സെർച്ച് ബട്ടണിൽ ടൈപ്പ് ചെയ്യാം പിക്സൽ ലാബ്. നമ്മൾ അടിച്ചു കൊടുക്കുന്നു പിക്സൽ ലാബ്. അപ്പോൾ പിക്സൽ ലാബിൻ്റെ ഇവിടെ വരും. പിക്സൽ ലാബ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് താഴോട്ട് സ്കോർ ചെയ്യാം. സ്കോർ ചെയ്യപ്പോഴേ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നീലയിൽ കാണാൻ തോന്നുന്നു ലേറ്റസ്റ്റ് വെർഷൻ എന്ന് ചോദിക്കുന്നു. അതിൻ്റെ താഴെയായിട്ട് ഓൾഡ് വെർഷൻ. നമുക്ക് ആവശ്യം ഓൾഡ് വെർഷനാണ്. അപ്പോൾ ഓൾഡ് വെർഷൻ സെലക്ട് ചെയ്തു. താഴോട്ട് സ്കോർ ചെയ്യപ്പം പിക്സൽ ലാബിൻ്റെ കംപ്ലീറ്റ് പഴയ വെർഷനും പുതിയത് ലേറ്റസ്റ്റും എല്ലാം വരും. അപ്പോൾ ഇവിടെ 198 2 വെർഷൻ കിടപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് 199 വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് 198 നമുക്ക് സെലക്ട് ചെയ്ത് പ്രസ് ചെയ്യപ്പോൾ ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ബട്ടൺ വന്നു. അതൊന്നും കൂടെ പ്രസ് ചെയ്യുക.
ഡൗൺലോഡ് തുടങ്ങിക്കഴിഞ്ഞു. ഇനി മുകളിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാളേഷൻ കൊടുക്കുക. നെറ്റ് സ്ലോ ആണ്. അതാ വന്നു കഴിഞ്ഞു. ഓപ്പൺ ചെയ്യാം. അലവ് കൊടുക്കണം. ഏതൊരു ആപ്ലിക്കേഷനും നമ്മൾ അലവ് കൊടുക്കണമല്ലോ, അതേപോലെ ഇതിനും അലവ് കൊടുക്കുക. അപ്പോൾ പിക്സൽ ലാബ് ഓൾഡ് വെർഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തു. പാർട്ട് 4 എന്ന് പറയുന്നത് ഫോണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ ക്രോമിൽ പോയി DA ഫോണ്ട്, ഇവിടെ നമ്മൾ ഡാ ഫോണ്ട് അല്ലെങ്കിൽ DA ഫോണ്ട് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇതേപോലെ കംപ്ലീറ്റ് അതിൻ്റെ അത് വന്നു കഴിഞ്ഞു. ഇവിടെ ഇഷ്ടംപോലെ ഫോണ്ടുകളുണ്ട്. ഫാൻസിയിൽ തന്നെ ഇവിടെ കാർട്ടൂൺ ഉണ്ട്, കൊമിക് ഉണ്ട്, ഗ്രൂവി, ഓൾഡ് സ്കൂൾ. അപ്പോൾ ഞാൻ ഇവിടെ കാർട്ടൂൺ എടുത്ത് കാർട്ടൂണിൽ തന്നെ സ്റ്റാർബോൺ, ജോൺ ക്രീം, വിന്റർ മേനി, ഇതേപോലെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണോ സെലക്ട് ചെയ്യാം. റൈറ്റിലേക്ക് പോകുമ്പോൾ അതേപോലെ ഇഷ്ടം പോലെ വേറെയും ഫോണ്ടുകളുണ്ട്. അപ്പോൾ ഏത് ഫോണ്ട് നമുക്ക് വേണമോ ആ ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ ഡൗൺലോഡ് ഉണ്ട്. അവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് നമ്മൾ ഫയൽ ബൈ ഗൂഗിൾ, അതായത് നിങ്ങൾ ഫയൽ മാനേജർ ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ സെലക്ട് ചെയ്ത് സേവ് ചെയ്യാം. അപ്പോൾ ആൾവേസ് എന്ന് കൊടുക്കുക. അതിനുശേഷം എക്സ്ട്രാക്ട് ചെയ്യണം. ഏത് ഫോണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്താലും അതിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് എന്നുള്ള ബട്ടൺ അമർത്തി എക്സ്ട്രാക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആകുമ്പോൾ ഡൺ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഡൺ കൊടുക്കുക. ഡൺ വന്നു. ഇത് എക്സ്ട്രാക്ട് ചെയ്താലേ നമ്മൾ പിക്സൽ ലാബിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ അടുത്ത സെക്കൻഡ് ഞാൻ ഡൗൺലോഡ് ചെയ്തു. ഇവിടെ ഡീറ്റെയിൽസ് അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. എക്സ്ട്രാക്ട് കൊടുക്കുന്നു. എക്സ്ട്രാക്ട് ആയി കഴിഞ്ഞാൽ ഡൺ എന്ന് വരും. ഡൺ. ഓക്കെ. അപ്പോൾ ഇതേപോലെയാണ് ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാനുള്ളത്. ഞാൻ ഇവിടെ കൂടുതൽ ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി 1-2 എണ്ണം മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഏത് ഫോണ്ട് ഡൗൺലോഡ് ചെയ്താലും എക്സ്ട്രാക്ട് ചെയ്യാൻ മറക്കരുത്. എക്സ്ട്രാക്ട് ചെയ്ത് ഡൺ കൊടുക്കുക. ഓക്കെ. എങ്കിൽ മാത്രമേ നമുക്ക് പിക്സൽ ലാബിൽ ഇത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് DA ഫോണ്ടാണ്. ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഫേമസ് യൂട്യൂബറെല്ലാം യൂസ് ചെയ്യുന്ന പോപ്പിൻസ് ഫോണ്ടെന്നും പറഞ്ഞുകൊണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ രീതിയിൽ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. പാർട്ട് 5 എന്ന് പറഞ്ഞാൽ ഹൗ ടു ആഡ് കസ്റ്റം ഫോണ്ട് ഇൻ പിക്സൽ ലാബ്. പിക്സൽ ലാബ് ഞാൻ അവിടെ ഓപ്പൺ ചെയ്തു. അതിൽ ന്യൂ ടെസ്റ്റിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ടെസ്റ്റ് ആഡ് ചെയ്യുക. ഒരു എക്സാമ്പിളിന് എന്തെങ്കിലും അടിച്ചാൽ മതി നമുക്ക് മനസ്സിലാകാൻ വേണ്ടി. ന്യൂ ടെസ്റ്റ് അവിടെ എൻട്രി ചെയ്യാം. നമുക്ക് ഞാൻ അവിടെ സുരേഷ് എന്നാണ് അടിക്കുന്ന. സുരേഷ് എന്ന് അടിച്ചു. അവിടെ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ടെസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ എ എന്നുള്ളതാണല്ലോ. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതവിടെ ഫോണ്ട് വരും. AB വോൾട്ടിൻ്റെ ഇപ്പുറത്തായിട്ട് AB വരും. AB നമ്മൾ പ്രസ് ചെയ്യുക. AB പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ വരുന്നത് ഫോണ്ട് എന്ന് പറയുന്നത് ബേസിക് ഫോണ്ടാണ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മൈ ഫോണ്ടിൽ ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. മൈ ഫോണ്ട് സെലക്ട് ചെയ്തു. ഇവിടെ ഫസ്റ്റ് ഫയൽ, സെക്കൻഡ് ഫോൾഡർ. റൈറ്റ് സൈഡിൽ ടോപ്പിലുള്ള 2 ബോക്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡിലുള്ള ഫോൾഡറിൽ പോവുക. ഫോൾഡറിൽ പോയിട്ട് നമ്മൾ ആൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ സൂപ്പർ സെൻസ് ആഡ് ചെയ്തു. നമുക്ക് വേറെ ഒരെണ്ണം കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത്
ആഡ് ഡയറക്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ ആഡ് ആവും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്തിട്ട് പിക്സൽ ലാബിൽ ആഡ് ചെയ്യുന്ന എന്നത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓരോരോ ഫോണ്ടും നമ്മൾ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റൈല് മാറും. ഇത്രയേ ഉള്ളൂ. പാർട്ട് 6 എന്നത് ആഡ് പോപ്പിൻസ് ഫോണ്ട്. ഓക്കെ. അപ്പോൾ ക്രോമിൽ പോകുന്നു. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു പോപ്പിൻസ് ഫോണ്ട്. ടൈപ്പ് ചെയ്തു എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ഗൂഗിൾ ഫോണ്ട് എന്നുള്ളത് വരുന്നുണ്ട്. അവിടെ നമ്മൾ പ്രസ് ചെയ്യുക. പോപ്പിൻസ് വന്നു കഴിഞ്ഞു. ഗോ. സെക്കൻഡ് ഇവിടെ ഓപ്ഷൻ വരുന്നുണ്ട് ഡൗൺലോഡ്. ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ഓപ്പൺ ഫയൽ ഡൗൺലോഡഡ്. ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എക്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ. കംപ്ലീറ്റ് എക്സ്ട്രാക്ട് ആയി. ഇനി ഡൺ ചെയ്യാം. വീണ്ടും നമ്മൾ പിക്സൽ ലാബ് എടുക്കുന്നു. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് സെറ്റ് അർച്ചീവർ എന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ. സെറ്റ് അർച്ചീവർ. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ MB ആയിട്ടുള്ള ഫോൾഡറിനെ MB കുറച്ചുകൊണ്ട് ഇത് സേവ് ആവും. കംപ്ലീറ്റ് ഫയലുകളും ഫോൾഡറിലുള്ള ഫയലുകളെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്തതാണ് ഈ കാണുന്നത്. ഇതേപോലെ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് എൻട്രി ആവും. ഈ ടെക്സ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം ഫോണ്ടിൽ പോവുക. മൈ ഫോൺ ഫോൾഡർ ആൻഡ് ഡൗൺലോഡ്. ഇനി നമ്മളുടെ ഫയലിൻ്റെ പേരാണ് പോപ്പിൻസ്. പോപ്പിൻസ് ഫോണ്ടല്ലോ. പോപ്പിൻസ് ഫോണ്ട് കംപ്ലീറ്റ് വന്നു. ആഡ് ഡയറക്ടറി കൊടുക്കാം. കംപ്ലീറ്റ് പോപ്പിൻസിൻ്റെ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. കംപ്ലീറ്റ് പോപ്പിൻസ് ഫോണ്ട് ഡൗൺലോഡായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കൂടി എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഹായ്. അപ്പം എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ. സി യു നെക്സ്റ്റ് വീഡിയോ.